നമസ്കാരം. ഗ്രാമോത്സവത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്നലെ വന്നപ്പോൾ നമ്മൾ 8 മല വരെ എണ്ണി. ഇന്നിപ്പോൾ എത്ര മല എണ്ണാൻ പറ്റുമെന്നറിയില്ല. 1 2 3 4 5 6 7 8 9 10 ഓക്കെ. ഒരു 8 മലയുടെ അപ്പുറം 7-8 മലയുടെ അപ്പുറം ഇവിടുന്ന് ഇടുക്കിയുടെ ആർച്ച് ഡാമിൻ്റെ ഇത് കാണാം. അത് നമുക്ക് ക്യാമ്പിൽ കാണാൻ പറ്റില്ല, എന്നാലും ഇവിടെ നിന്നുള്ള വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്ത് നല്ല ഉഷാറായിട്ട് ഇപ്പോൾ മഞ്ഞൊക്കെ മാറി വരുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ താമസിച്ചിടത്തുനിന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തൊട്ട് താഴെ വരെ പോകണം കടയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. മുമ്പിൽ അർജുൻ ബ്രോ ഓടി പോകുന്നുണ്ട്. അർജുൻ ബ്രോയ്ക്ക് സൈക്കിൾ ചവിട്ടി ഇപ്പോൾ സ്പീഡില്ലാതെ പോകാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കണം അർജുൻ ബ്രോ. ഇത് നീലക്കുറിഞ്ഞ പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്ക്, നാട്ടിൽ നിന്ന് തല്ലും. മംഗലം ഡാമിന്റെ പേര് കളയാൻ വേണ്ടിട്ട് പോടാ. ഇപ്പോഴും കോടയൊന്നും അങ്ങനെ വിട്ടുപോയിട്ടില്ല, കോട ഇപ്പോഴും ഉണ്ട്. അത് താമസിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടലിൻ്റെ താഴെ നിന്നുള്ളൊരു വെള്ളച്ചാട്ടം. കുടിക്കാനത് തരുന്നല്ലേ ഉണ്ട്. ഇതിങ്ങനെ എങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഈ റോഡിൻ്റെ അപ്പുറത്ത് കിടക്കും. നോക്കിയേക്കാം, കാണുമെന്ന് അറിയില്ല. വേണ്ട, അതാ പോകുന്നു. അതാണ് ചേലക്കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ മീനാട്ടാ? വിളമീനുണ്ട്, അയിലുണ്ട്, കൊഴുവയുണ്ട്, ചൂരയുണ്ട്, കിരിയാനുണ്ട്. ഏതൊക്കെ വലിയ അതിനാണ് വരയും ചൂര. ഒരു പൂച്ച അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ജീപ്പിലാണ് കണ്ട ജീപ്പിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫാണ് അത്. ആളുടെ വീടാണ് അത്. ആട്ടും കൂടെ പോകും. ഫുൾ ചേരിനായിട്ട് കണ്ടില്ലേ. അതിന് താഴെയൊക്കെ ഒരു എന്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഫുള്ള് താഴത്തേക്കുള്ളതാണ്. അവിടുത്തെ കുട്ടികൾ സൈക്കിൾ കുട്ടിയൊക്കെ കളിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. മുതലാളി മുട്ടയുള്ള മൂടും. ഇതെന്താ കറിയിൽ എത്ര ഭാഷ രാവിലെ തന്നെ. അപ്പോൾ മുട്ട റോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ താമസിച്ചിടത്തുനിന്ന് ഇറങ്ങി. ഇനി ഇവിടെ 2-3 കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് തന്നെ തൃശ്ശൂർക്ക് പോകുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇന്നലെ കുറച്ച് സ്ഥലങ്ങൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിന്ന് നടക്കുമെന്നറിയില്ല. എന്തായാലും ജസ്റ്റ് 1-2 സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകണം. ഒരു 10 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല ചൂടായി. നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡുകളിലൊക്കെ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ ക്ലൈമറ്റ് മാത്രം വ്യത്യാസമുണ്ട്. ഇവിടെ അത്ര കൊറോണ കാര്യങ്ങളൊന്നും അത്ര പ്രോബ്ലം കാര്യങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം അതേപോലെ തന്നെ ജനങ്ങൾ പെരുമാറുന്നത്. മാസ്ക് ഒന്നുമില്ല, പിന്നെ
അങ്ങനെ സാനിറ്റൈസർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. കടകളിലൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവർ നമ്മളെ കാണുമ്പോൾ എന്തോ അന്യഗ്രഹ ജീവികളെ നോക്കണ പോലെ നോക്കണം. കാരണം നമ്മൾ കയ്യിലും അതുപോലെ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. ആ സമയത്ത് അവർ എന്തോ സംശയത്തോടെയാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും സൂര്യകാന്തി പൂവ് പോലെ അല്ലേ? ശരിക്കും സൂര്യകാന്തി പൂ തന്നെയാണോ? എനിക്ക് സംശയം. ഒരു തരം പൂ. ടാറ്റ കണ്ണൻദേവൻ പ്രോപ്പർട്ടിയാണിത്. നമ്മളിതിപ്പോൾ ഇത് കൂടെ ഇങ്ങനെ കയറി പോവാണ്. ചുറ്റും കുറേ തരം പൂക്കളുണ്ട് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ കാണുന്ന തരം പൂക്കളും പിന്നെ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ ഈ കോളാമ്പിയില്ലേ, ആ കോളാമ്പി പൂവിൻ്റെ പല നിറത്തിലുള്ള പല അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്. പിന്നെ അതുണ്ട് ഒരു വെള്ളപ്പൂ. എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല, ഇതിൻ്റെ പേരും പിടിയില്ല. പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഇതിൻ്റെ തൊട്ട് താഴെയൊക്കെ മൊത്തം ഇതാണ് നമ്മുടെ തേയിലയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വരുന്ന സമയത്ത് റോഡിൽ വെച്ച് കണ്ട മലകളാണ് കേട്ടോ. അത് കണ്ടല്ലേ? ശരിക്കും മൊട്ടക്കുന്ന് എന്ന് പറയാൻ പറ്റില്ല, എന്നാ പറയുകയും ചെയ്യാം. കാരണം മരങ്ങളൊന്നുമില്ല, പക്ഷെ നിറച്ചും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാം, പല ഷേപ്പിൽ. അതിൻ്റെ മുകളിലൊരു കുരിശുണ്ട്. ഏറ്റവും മുകളിൽ പാറയുടെ മുകളിലൊരു കുരിശുണ്ട്. ഒരു റിസോർട്ട് എന്തോ ഉണ്ട് കേട്ടോ. റിസോർട്ട് ഹോട്ടലിൻ്റെ എന്തോ സംഭവമുണ്ട്. ഏതൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. മിക്കവാറും ഇതും ഒന്നെങ്കിൽ ഹോട്ടൽ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അവിടെ ഒരു ഡാം സൈഡൊക്കെ കാണാം കേട്ടോ. താഴത്തേക്കൊരു വഴിയൊക്കെ ഉണ്ട്. നമ്മുടെ ആ പെൻ സ്റ്റോക്ക് പൈപ്പ് അവിടെ കാണാം. ടണലിലേക്കാണല്ലേ? ഒരു വെള്ളം വരുന്നുണ്ട്. ഇതൊരു ടണലാണല്ലോ. ഇത് നമ്മൾ അങ്ങോട്ട് പോയില്ലേ, ആ റോഡ്. അത് എല്ലാ മലമുകളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും റിസോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. താൻ ഇങ്ങോട്ട് വരുന്ന സമയത്തേ മലയുടെ മുകളിലൊക്കെ കുരിശ് വെച്ചിട്ടുണ്ടോ? എല്ലാ മലയുടെ മുകളിലും കുരിശ് വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ മഴക്കാറും കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോൾ ഞാൻ മൈക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്കിൻ്റെ സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സാധ്യത കാണിക്കാനാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. കയറിപ്പോക്കാം, അവിടെ പോയി നിൽക്കാം. അങ്ങനെ മാർക്കറ്റിലെടുക്കാം. ഇവിടെ നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ കാപ്പിപ്പൊടി, തേയില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ക്യാരറ്റ് നല്ല ഫ്രഷ് അല്ലടാ, ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റ് ഉണ്ട്. ഫ്രഷ് ചിക്കൻ
അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം അവിടെ എന്തൊക്കെയോ റോഡ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സമയം കളണ്ടർ വെച്ചിട്ട് നമ്മൾ തിരിച്ചു. അപ്പോൾ ഇതിപ്പോൾ കല്യാണം പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു വ്യൂ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കേട്ടോ, കല്ലാറത്തെ. കണ്ടില്ലേ, വെള്ളം അടിച്ച് കുത്തി വീഴുന്നുണ്ടല്ലോ. രസമല്ലേ കാണാൻ? ഓക്കെ, പൊളി പൊളി പൊളി. വളരെ വെള്ളക്കാർ. ഓക്കെ, അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം, നീണ്ടെന്ന് പറയുന്നില്ല, ഒരു 500 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് 500 കിലോമീറ്റർ. അപ്പോൾ യാത്ര തന്നെ വന്നു, നേരെ പോയി ഫ്രഷായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കാരണം അധികം സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയപ്പോൾ ചില സെക്യൂരിറ്റി റീസൺസ് അല്ലെങ്കിൽ പോണ സ്ഥലത്ത് മണ്ണൊക്കെ ഇടിഞ്ഞു വീണിട്ടാകെ റോഡൊക്കെ ബ്ലോക്കായിരുന്നു. അപ്പോൾ അത് കാരണമൊക്കെ ചില സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ, അവിടുത്തെ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഫെസ്റ്റിവൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.